നമസ്കാരം, സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും സകലമാന കേരളത്തിലേക്ക്. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. മലപ്പുറം ചങ്ങരംകുളം സംസ്ഥാന പാതയിൽ സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. അപകടം ചരക്ക് ലോറിക്ക് പുറകിൽ സ്കൂട്ടർ ഇടിച്ച്. തിരുവനന്തപുരത്ത് ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. അപകടം വിതുരയ്ക്ക് സമീപം. ആശമാർക്ക് കൂടുതൽ വേതനം നൽകാൻ KPCC സർക്കുലർ. കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ നടപ്പാക്കും. അധിക വേതനത്തിനുള്ള പണം തനത് ഫണ്ടിൽ നിന്ന് കണ്ടെത്താൻ നിർദ്ദേശം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം നാളെ 50ാം നാളിൽ. ആശമാർ മുടിമുറിച്ച് പ്രതിഷേധിക്കും. കാട്ടാനപ്പേടി ഒഴിയാതെ നിലമ്പൂർ. ജനവാസ മേഖലയിൽ കാട്ടാന എത്തിയത് പുലർച്ചെ. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഇരട്ടയാർ പഞ്ചായത്തിന് ജില്ലാ ഭരണകൂടത്തിന്റെ പ്രശംസ. ശുചിത്വ ക്യാമ്പയിൻ ഏറ്റവും ഭംഗിയായി നടപ്പിലാക്കി. നേട്ടത്തിന് പിന്നിൽ പദ്ധതി നടത്തിപ്പിലെ ഉന്നത നിലവാരം. വാർത്തകൾ വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ, മലപ്പുറം ചങ്ങരംകുളം സംസ്ഥാന പാതയിൽ പാവിട്ടപ്പുറത്ത് ചരക്ക് ലോറിക്ക് പുറകിൽ സ്കൂട്ടർ ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ഗുരുവായൂർ താമരയൂർ സ്വദേശി 56 വയസ്സുള്ള രാഘവനാണ് മരിച്ചത്. രാഘവനെ യാത്രക്കാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പെരുന്നാളിന് പുതുവസ്ത്രം തയ്പ്പിക്കാൻ പോകുന്നതിനിടെ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. തിരുവനന്തപുരം കോട്ടുമുക്ക് സ്വദേശി നായിഷാണ് കാറും ബൈക്കും കൂട്ടിയിടിച്ച് മരണപ്പെട്ടത്. വിതുരയ്ക്ക് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. ബൈക്കിൽ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശുചിത്വ ക്യാമ്പയിൻ ഏറ്റവും ഭംഗിയായി നടപ്പാക്കിയ ഇടുക്കിയിലെ ഇരട്ടയാർ പഞ്ചായത്തിന് ജില്ലാ ഭരണകൂടത്തിന്റെ പ്രശംസ. പദ്ധതി നടത്തിപ്പിലും നിർവഹണത്തിലുമെല്ലാം ഉന്നത നിലവാരം പുലർത്തിയതിനാണ് ഈ നേട്ടത്തിന് പിന്നിൽ. സംസ്ഥാനമൊട്ടാകെ സംഘടിപ്പിക്കുന്നതാണ് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ. ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിലെ വിവിധ ഘടകങ്ങൾ ഏകോപിപ്പിച്ചാണ് പ്രവർത്തനം. പദ്ധതി കൃത്യമായി നടപ്പിലാക്കിയതാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന് നേട്ടമായത്. ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയാണ് പഞ്ചായത്തിനെ പ്രശംസിച്ചത്. ഇരട്ടയാർ പഞ്ചായത്ത് ഇടുക്കി ജില്ലയ്ക്ക് തന്നെ അഭിമാനമെന്ന് ജില്ലാ കളക്ടർ. ഇത് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനത്തിന് നമ്മൾ ലോകത്തിലെ തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് എത്തിച്ചേരാൻ പറ്റും. അതിന് വേണ്ടിയുള്ള ഇപ്പോൾ തന്നെ ഞാൻ ആശംസകൾ നേരിടുകയാണ്. പിന്നെ നമ്മുടെ മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപിക്കുന്നത് ഏറെ സന്തോഷമുണ്ട്. ജനകീയ ക്യാമ്പയിന് നേതൃത്വം നൽകിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. പരിപാടിയുടെ ഭാഗമായി റാലിയും സംഘടിപ്പിച്ചു. ന്യൂസ് 18 ഇടുക്കി. ശുദ്ധവായുവും കുടിവെള്ളവും ഇല്ലാത്ത അയ്യങ്കുഴി നിവാസികളുടെ ദുരിതം അവസാനിക്കുന്നില്ല. പ്രദേശത്ത് വെളുത്ത പൊടി രൂപത്തിലുള്ള വസ്തു വ്യാപകമായി വീഴുന്നതായാണ് പരാതി. ശരീരം ചുമന്ന് തടിച്ചും ചൊറിച്ചിൽ അനുഭവപ്പെട്ടും ബുദ്ധിമുട്ടുകയാണ് ഇവിടുത്തെ നാട്ടുകാർ. കളക്ടർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വായുവും വെള്ളവും മലിനമായ താമസയോഗ്യമല്ലാത്തയിടത്താണ് അയ്യങ്കുഴി നിവാസികൾ താമസിക്കുന്നതെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലടക്കം പറയുന്നത്. എന്നാൽ ഇവരുടെ ദുരിതം അവസാനിക്കുന്നില്ല. വെള്ളിയാഴ്ച രാവിലെ മുതലാണ് വ്യാപകമായി വെളുത്ത പൊടി വീഴുന്നത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കിണറുകളിലും വെള്ളത്തിലും വാഹനങ്ങളുടെ പുറത്തുമെല്ലാം പൊടി കാണാം. ശരീരത്തിൽ വീണവർക്ക് ചൊറിച്ചിൽ അനുഭവപ്പെട്ടു. 12 മണി കഴിഞ്ഞപ്പോൾ മുതലേ ഞങ്ങളുടെ ഇവിടെ എല്ലായിടത്തും ഞങ്ങളുടെ വീടിൻ്റെ മുള്ളിൽ വരെ ഈ വെളുത്ത പൊടിയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അത് വന്നു കഴിഞ്ഞ് കുറച്ച് ദിവസം നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ തോന്നി. അപ്പോൾ ഇറയത്തൊക്കെ ഞാനിങ്ങനെ ചെന്ന് നോക്കി, ഇപ്പം പാസേജിലൊക്കെ ഇങ്ങനെ നിറച്ച് പൊടി പോലെ കിടക്കുക. അപ്പോൾ കണ്ണിനൊക്കെ എന്തോ ഒരു വിഷമം, അങ്ങനെ ഒരു ചൊറിച്ചിലോ എന്തൊക്കെയോ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് കുറേ നേരത്തേക്ക്. പൊടിശല്യം രൂക്ഷമായതോടെ റിഫൈനറിക്ക് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. എന്നാൽ പൊടി വന്നത് കൊച്ചിൻ റിഫൈനറിയിൽ നിന്നോ HOCയിൽ നിന്നോ അല്ലെന്നാണ് അധികൃതരുടെ മറുപടി. കുടിവെള്ളവും മലിനമായതോടെ പഞ്ചായത്തിൽ നിന്നുമാണ് വെള്ളം എത്തിച്ചു നൽകിയത്. 9.5 ഏക്കർ സ്ഥലത്ത് താമസിക്കുന്ന അയ്യങ്കുഴിയിലെ 42 കുടുംബങ്ങൾ ദീർഘകാലമായി അതിജീവനത്തിലുള്ള പോരാട്ടത്തിലാണ്. ന്യൂസ് 18 കൊച്ചി. എറണാകുളം കാക്കനാട് മേഖലയിൽ അനധികൃത മണ്ണെടുപ്പ് വ്യാപകമാകുന്നു. അശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുക്കുന്നത് മൂലം സമീപത്തെ പല വീടുകളും എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീണേക്കാമെന്ന നിലയിലാണ്. പരാതിയുമായി ചെന്നാൽ ഭീഷണിപ്പെടുത്തുകയാണ് പതിവ്. കാക്കനാട് നിന്ന് തെങ്ങോട് പോകുന്ന വഴിയിലാണ് ഈ കാഴ്ച.
തൊട്ടപ്പുറത്ത് ആഴത്തിൽ മണ്ണെടുത്തതുമൂലം വീട് ഏതു നിമിഷവും ഇടിഞ്ഞു വീഴുന്ന സ്ഥിതിയിലാണ്. വീടിന്റെ മതിലിനോട് ചേർന്ന് ഏതാണ്ട് 10 അടിയോളം ആഴത്തിൽ JCB ഉപയോഗിച്ചാണ് മണ്ണെടുത്തത്. വീട്ടുടമസ്ഥനായ രാജേഷിനോട് പറഞ്ഞത് റോഡിന്റെ പൊക്കത്തിൽ മണ്ണെടുക്കുന്നു എന്ന് മാത്രമാണ്. എന്നാൽ പിന്നീട് കാര്യങ്ങൾ മാറി. ഇവർ പറഞ്ഞാൽ നമ്മളെ ഒന്ന് ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയിലാണ്. നിങ്ങളുടെ രീതിയിലും നിങ്ങളെന്തോ വെച്ചാൽ ചെയ്തോ, നമ്മുടെ ഒരു പവർ വെച്ചിട്ട് നമ്മളെന്തോ വെച്ചാൽ നമ്മളും ചെയ്യും. അത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ തടയാൻ പറ്റുന്നത് തടഞ്ഞോ എന്നുള്ള സ്റ്റൈലാണ് നിൽക്കുന്നത്. നമ്മൾ നിസ്സഹായനാണ് ഈ അവസ്ഥയിൽ. മഴ പെയ്താൽ വീടും സംരക്ഷണ ഭിത്തിയുമെല്ലാം ഇടിഞ്ഞു വീഴുന്ന സ്ഥിതിയാണ്. വീടിനകത്ത് കഴിയുന്നത് പേടിച്ചാണ്. ഇപ്പോൾ മഴ പെയ്യുമ്പോൾ നമ്മളാകെ പേടിച്ചിട്ടാണ്. നല്ല മഴ, അപ്പം മണ്ണ് ഇടിഞ്ഞു പോയിട്ടാണ് അവർക്ക് ഈ പ്രോബ്ലം. ഇടിഞ്ഞു പോയപ്പോഴാണ് അവർ ഈ വീട് പൊളിച്ച് മാറ്റി വേറെ വീട് പണിയേണ്ടി വന്നത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇതേപോലെ മഴ പെയ്യുമ്പോൾ നോർമൽ എനിക്കും ആ ഒരു ഫീൽ തന്നെയാണ്. സമീപത്ത് നിന്ന് 1 മീറ്റർ അകലം പാലിച്ച് മണ്ണെടുക്കാനാണ് അനുമതി നൽകിയിരുന്നത്. വീട് ഇടിഞ്ഞു വീഴുമെന്ന് ചൂണ്ടിക്കാട്ടി തൃക്കാക്കര നഗരസഭയ്ക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ മണ്ണെടുപ്പ് നിർത്തിവെച്ചിരിക്കുകയാണ്. എങ്കിലും അപകടഭീതി ഒഴിഞ്ഞിട്ടില്ല. സംരക്ഷണ ഭിത്തി കെട്ടി നൽകുമെന്ന് സ്ഥലയുടമ പറഞ്ഞെങ്കിലും ഒരു നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുമില്ല. ന്യൂസ് 18 കൊച്ചി. പട്ടാമ്പിക്കാരുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമായ പൊതുശ്മശാനം തുറക്കാൻ നടപടിയാകുന്നു. ഭരണാനുമതി ലഭ്യമായതോടെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി. പട്ടാമ്പിയിലെ ജനങ്ങളുടെ ഏറെക്കാലത്തെ ആവശ്യമായ പൊതുശ്മശാനം തുറക്കാനുള്ള നടപടികൾക്കാണ് ഇപ്പോൾ തുടക്കമാകുന്നത്. വർഷങ്ങൾ നീണ്ട കോടതി വ്യവഹാരങ്ങൾക്കും രാഷ്ട്രീയ ആരോപണങ്ങൾക്കും മുറവിലുകൾക്കും ശേഷം ജില്ലാ കളക്ടർ ശ്മശാനം തുറക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചതോടെയാണ് നടപടികൾ ആരംഭിച്ചത്. ശ്മശാനത്തിനായി പണ്ട് കെട്ടിടം നിർമ്മിച്ചിരുന്നു. മറ്റ് നിർമ്മാണങ്ങൾക്കായി മുഹമ്മദ് മുഹ്സിൻ MLA 55 ലക്ഷം രൂപയും MP VK ശ്രീകണ്ഠൻ 50 ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു. MLA ഫണ്ടിന് ഭരണാനുമതി ലഭിച്ചതോടെയാണ് ടെൻഡർ പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിക്കുന്നത്. 55 ലക്ഷം രൂപ നമ്മുടെ സംസ്ഥാന സർക്കാരും 50 ലക്ഷം രൂപ കേന്ദ്ര സർക്കാരുമാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ജനങ്ങളുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു ആവശ്യം കൂടി നിറവേറ്റാൻ പോകുന്നതിൻ്റെ ചാരിതാർത്ഥ്യം കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. പട്ടാമ്പി പഞ്ചായത്തായിരിക്കുമ്പോൾ 1970-ലാണ് നമ്പ്രം റോഡിൽ പൊതുശ്മശാനം സ്ഥാപിച്ചത്. 2012-ലെ UDF ഭരണസമിതിയുടെ ഫണ്ട് ഉപയോഗിച്ച് നമ്പ്രത്തുള്ള സ്ഥലത്ത് ആധുനിക രീതിയിലുള്ള വാതക ശ്മശാനം സജ്ജീകരിച്ച് തുറക്കാൻ ശ്രമിച്ചെങ്കിലും പ്രദേശവാസികളുടെ പരാതിയിൽ ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നതിനാൽ തുറക്കാനായില്ല. ഭാരതപ്പുഴയോരത്ത് നിലകൊള്ളുന്ന ശ്മശാനത്തിൽ കർമ്മങ്ങൾ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അനുബന്ധ ഉപകരണങ്ങൾ, ശുചിമുറി, പാർക്കിംഗ് എന്നിവ സജ്ജമാക്കാനുണ്ട്. നിലവിൽ പട്ടാമ്പി മേഖലയിലുള്ളവർ ഷൊർണൂർ, ചെറുതുരുത്തി എന്നിവിടങ്ങളിലെ ശ്മശാനങ്ങളാണ് ശവസംസ്കാരത്തിന് ഉപയോഗിക്കുന്നത്. പട്ടാമ്പിയിൽ പൊതുശ്മശാനം പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ശവസംസ്കാരത്തിനും മരണാനന്തര കർമ്മങ്ങൾക്കും ദൂരസ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരില്ല. ന്യൂസ് 18 പട്ടാമ്പി. മലപ്പുറം നിലമ്പൂരിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ജില്ലാ ആശുപത്രി പരിസരത്താണ് രാവിലെ കാട്ടാനയെ കണ്ടത്. പ്രദേശത്തോട് ചേർന്നുള്ള മേഖലയിലെ കൃഷിയും നശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ നിലമ്പൂർ ജില്ലാ ആശുപത്രി പരിസരത്തും പകർത്തിയതാണ് ഈ ദൃശ്യം. ജില്ലാ ആശുപത്രി റോഡിലൂടെ നിലമ്പൂർ കോവിലകത്തുമുറി ഭാഗത്തേക്കാണ് കാട്ടാന എത്തിയത്. ഇവിടെ കൃഷിനാശവും വരുത്തിയിട്ടുണ്ട്. ചാലിയാർ പുഴയുടെ മൊടവണ്ണ കടവിലൂടെയാണ് കാട്ടാന ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്നത്. വനംവകുപ്പ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. നിലമ്പൂർ ടൗണിൽ ഏകദേശം 6-7 വീടുകളിൽ ആന കയറി. ടൗണിന് ജില്ലാ ആശുപത്രിക്ക് സമീപമാണ് ആന കയറിയിട്ടുള്ളത്. അങ്ങനെ തീക്കടി ഭാഗത്തു കൂടെ വന്ന് ഇവിടെ 6-7 വീട്ടിൽ കയറി നാശനഷ്ടം വരുത്തിയിട്ടുണ്ട്. ഇത് നിരന്തരം ഫോറസ്റ്റിൽ പറയുന്നുണ്ട്. പക്ഷേ ഫെൻസിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ ആന ഈ പെരച്ചയ്ക്ക് വരുന്നത് നമുക്ക് ഒരു ഭീകരാന്തരീക്ഷമാണ് നിലവിൽ ഇവിടെ ഉള്ളത്. നിലമ്പൂർ കോവിലകത്തുമുറി MSP ക്യാമ്പ്, ആശുപത്രിക്കുന്ന് മേഖലകളിലെല്ലാം കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. നിലമ്പൂർ ജില്ലാ ആശുപത്രി പരിസരം വരെ കാട്ടാന എത്തിയത് ജനങ്ങളുടെ ആശങ്കയെ വർദ്ധിപ്പിക്കുന്നു. ഇവിടെ നിന്നും കേവലം 50 മീറ്റർ ദൂരം മാത്രമാണ് ടൗണിലേക്കുള്ളത്. ന്യൂസ് 18 മലപ്പുറം. കോതമംഗലത്തിന് സമീപം റോഡരികിൽ പരിക്കേറ്റ നിലയിൽ കാണപ്പെട്ട മരപ്പട്ടിയെ വനപാലകർ രക്ഷപ്പെടുത്തി. കോതമംഗലം അമ്പലപ്പുറ ഭാഗത്ത് ജനവാസ മേഖലയിലാണ് മരപ്പട്ടിയെ കണ്ടത്. സമീപവാസിയായ ജോബിയാണ് പരിക്കേറ്റ നിലയിൽ മരപ്പട്ടിയെ ആദ്യം റോഡരികിൽ കാണുന്നത്. ഉടനെ വനപാലകരെ വിവരമറിയിക്കുകയായിരുന്നു. കോതമംഗലത്ത് നിന്ന് RRT സംഘം എത്തിയാണ് മരപ്പട്ടിയെ രക്ഷപ്പെടുത്തിയത്. മരപ്പട്ടിക്ക് ചികിത്സ നൽകിയ ശേഷം വനത്തിൽ തുറന്നുവിടും. മുക്കം അഗസ്ത്യാമുഴിയിൽ ഫ്രൂട്ട്സ് കച്ചവടക്കാരന്റെ കട സാമൂഹിക വിരുദ്ധർ തകർത്തു. സംസ്ഥാന പാതയോരത്ത് ഇന്ന് രാവിലെയാണ് സംഭവം നടന്നത്.
ഇന്ന് പുലർച്ചെയാണ് സംഭവം. പൂവത്തിക്കണ്ടി സ്വദേശി മുജീബ് റഹ്മാന്റെ ഫ്രൂട്ട്സ് കടയാണ് സാമൂഹ്യ വിരുദ്ധർ തകർത്തത്. ഫ്രൂട്ട്സ് കച്ചവടം ചെയ്യുന്ന തട്ടും മറ്റുപകരണങ്ങളും തൊട്ടടുത്ത വയലിലേക്ക് വലിച്ചെറിയുകയും ഫ്രൂട്ട്സുകൾ വാരി വലിച്ചിട്ട് നശിപ്പിക്കുകയും ചെയ്തു. ഇവിടെ കച്ചവടം ചെയ്യുന്നതിനെതിരെ 2 പേർ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും മുക്കം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും മുജീബ് പറഞ്ഞു. ഞാൻ രാത്രി സാധനം എടുക്കാൻ പോയി മഞ്ചേരി. തിരിച്ചു വരുമ്പോൾ ഇന്നുകൊണ്ട് അടുത്ത കടക്കാരൻ ഒരു 6 മണിക്ക് എന്നെ വിളിച്ച് പറഞ്ഞു, ഇവിടെ എൻ്റെ പെട്ടിൻ്റെയൊക്കെ ഇട്ട് താഴോട്ട് ഇട്ടാണ്, അപ്പോൾ നീ പെട്ടെന്ന് വാർന്നു. അപ്പം ഞാൻ മഞ്ചേരിയിൽ നിന്ന് സാധനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് സാധനം എടുത്ത് അത് ബാക്കിയുള്ള എടുക്കാതെ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പം ഇവിടെ താഴെ മൊത്തം ഇവിടെ വലിച്ചിട്ട് താഴോട്ട് ഇട്ടാണ്. 1 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് പ്രതികളെ പിടികൂടണമെന്നും കച്ചവടക്കാർക്ക് സംരക്ഷണം നൽകണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും INTUC നേതാക്കൾ പറഞ്ഞു. 2 ദിവസം മുമ്പ് ചില സാമൂഹിക വന്ന് പറഞ്ഞിരുന്നു ഇവിടെ കച്ചവടം ചെയ്യാൻ സാധിക്കില്ല എന്നും ഭീഷണിപ്പെടുത്തിയുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ നശിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക്, തെരുവോര കച്ചവടക്കാർക്ക് ഇവിടെ കച്ചവടം ചെയ്യാനുള്ള സംരക്ഷണം പോലീസ് ഉറപ്പുവരുത്തണം. അതിന് ഇതിന്റെ പേരിൽ ശക്തമായ നടപടിയെടുത്ത് പോലീസ് മുമ്പോട്ട് പോകണം. അല്ലാത്ത പക്ഷം ശക്തമായ സമര നടപടികളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. ന്യൂസ് 18 മുക്കം. അംഗപരിമിതർക്ക് മുച്ചക്ര വാഹനം വിതരണം ചെയ്ത് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത്. തിരഞ്ഞെടുത്ത 13 പേർക്കാണ് സൈഡ് വീലോടുകൂടിയ സ്കൂട്ടർ നൽകിയത്. 22 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭിന്നശേഷി സൗഹൃദ പദ്ധതിയുടെ ഭാഗമായാണ് ഭിന്നശേഷിക്കാർക്ക് സൈഡ് വീലോട് കൂടിയ സ്കൂട്ടർ വിതരണം ചെയ്തത്. 2024-25 വാർഷിക പദ്ധതിയിൽ 22 ലക്ഷം രൂപയാണ് പദ്ധതിക്ക് വകയിരുത്തിയത്. 13 പേർക്കാണ് ഇപ്പോൾ സൈഡ് വീലോട് കൂടിയ സ്കൂട്ടർ നൽകിയത്. കെൽട്രോൺ വഴിയാണ് പദ്ധതി നടപ്പാക്കിയത്. ജനറൽ വിഭാഗത്തിൽ 9 പേർക്കും SC വിഭാഗത്തിൽ 4 പേർക്കുമാണ് സ്കൂട്ടർ നൽകിയത്. ഇതിൽ 4 പേർ വനിതകളാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഗുണഭോക്താക്കൾക്ക് സ്കൂട്ടറുകൾ കൈമാറി. നമ്മുടെ വീട്ടില് മറ്റുള്ള ആളുകൾ തൊഴിലിന് പോയിട്ടായി ജീവിക്കുന്നുണ്ടാവുക. അപ്പൊ അവരുടെ ഒരു തൊഴിലും കൂടി നഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ ഈ പേപ്പറായിട്ട് വരുന്നത്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾ സഹിച്ചിട്ടുണ്ട്. എന്തായാലും അതിനൊക്കെ ക്ഷമ പറയുകയാണ്. എന്തായാലും നല്ലൊരു ധന്യ മുഹൂർത്താണ്. എന്തായാലും നമുക്ക് നിറവേറ്റാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷം. ഗ്രാമസഭകളിൽ നിന്നും പഞ്ചായത്ത് മുഖേനയാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തത്. നേരത്തെ 9 പേർക്ക് സ്കൂട്ടർ നൽകിയിരുന്നു. ഇതടക്കം 22 പേർക്കാണ് നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി മുച്ചക്ര വാഹനം നൽകിയത്. ന്യൂസ് 18 പട്ടാമ്പി. ലഹരി വ്യാപനവും ആക്രമണങ്ങളും എല്ലാം രൂക്ഷമാകുന്ന ഈ കാലത്ത് കളരിപ്പയറ്റിനെ ലഹരിയാക്കിയ ഒരു കൂട്ടം വിദ്യാർത്ഥികളും യുവാക്കളും വീട്ടമ്മമാരുമുണ്ട് തിരുവനന്തപുരത്ത്. വർഷങ്ങളുടെ പഴക്കമുള്ള ഭരതക്ഷേത്ര കളരിയിലെ ഈ 100-ൽ പരം അഭ്യാസികളെ ഇനി ഒന്ന് കണ്ടു നോക്കാം. എല്ലാ ആയോധന കലകളുടെയും മാതാവാണ് കളരിപ്പയറ്റ്. 5000 വർഷത്തിലേറെ പഴക്കമുണ്ടെങ്കിലും ഇന്നും പ്രായഭേദമന്യേ കേരളം ഏറ്റെടുത്ത തനത് ആയോധന കല. മെയ്ത്താരി, കോൽത്താരി, അങ്കത്താരി, വെറും കൈ എന്നിങ്ങനെ 4 വിഭാഗങ്ങളാക്കിയാണ് കളരിപ്പയറ്റിനെ തരം തിരിച്ചിരിക്കുന്നത്. ശരീരം കൊണ്ടുള്ള അഭ്യാസങ്ങളാണ് മെയ്ത്താരി. കൃത്യമായ മെയ്യഭ്യാസം പരിശീലിച്ചയാൾക്ക് എതിരാളിയെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്താം. മെയ്പ്പയറ്റുകൾ, കാലുകൾ, വടിവുകൾ എന്നിവ മെയ്ത്താരിയിൽ ഉൾപ്പെടുന്നു. മരം ഉപയോഗിച്ചുള്ള ആയുധങ്ങൾ ചെറുവടി, കുറുവടി, ഒറ്റ, നെടുവടി, ഗദ എന്നിവ ഉപയോഗിച്ചുള്ള അഭ്യാസങ്ങളാണ് കോൽത്താരി. അങ്കത്താരിയിലാകട്ടെ പേര് പോലെ തന്നെ മുഴുവൻ അംഗം വെട്ടാണ്. വാള്, പരിച, ഉറുമി, കുന്തം, കത്തി, കത്തിവാൾ, മഴു എന്നീ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് പയറ്റുകൾ. അടുത്തത് വെറുങ്കൈ. ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ കളരിപ്പയറ്റ് ദൈനംദിന പരിശീലനം കൊണ്ട് ആർജിക്കാവുന്ന അഭ്യാസമുറയാണ്. ആത്മരക്ഷയ്ക്കും വ്യക്തിത്വ വികാസത്തിനും ഒരുപോലെ സഹായകമാണ് പയറ്റ്. ശരീരത്തിന്റെയും അതുപോലെ തന്നെ മനസ്സിന്റെയും മാലിന്യത്തെ അരിഞ്ഞു കളയാൻ ഒരു പക്വതയുള്ള കല കളരിപ്പയറ്റ്. അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് അവർക്ക് ഉന്നതി ഉണ്ടാവാൻ സഹായിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട വാളും പരിചയമൊക്കെ പയറ്റിയ കുഞ്ഞുങ്ങളെല്ലാം ചെറിയ പ്രായത്തിൽ വന്നവരാണ്. നമുക്കൊരു തെളിവുണ്ട്. കാരണം അവരിപ്പോഴും ഒരു മാർഗത്തിലും തെറ്റിത്തിരിഞ്ഞു പോവാതെ ഇപ്പോഴും അച്ഛനെയും അമ്മയും സപ്പോർട്ട് ചെയ്ത് ഒരു നല്ലൊരു ജോലി മേടിക്കാനായി നന്നായിട്ട്
കഷ്ടപ്പെട്ട് പഠിച്ച് അധ്വാനിച്ച് സമൂഹത്തിൽ നല്ല വ്യക്തിയാകാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ് കുഞ്ഞുങ്ങളെല്ലാം. തെളിവ് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ വിദ്യ നമ്മൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന ഈ അക്രമവാസന എല്ലാം ഇല്ലാതാവും. ജാതി മത ലിംഗഭേദമന്യേ എല്ലാവരും കളരിയെ ഏറ്റെടുത്തെങ്കിലും പെൺകുട്ടികളും വീട്ടമ്മമാരുമാണ് മുൻനിരയിൽ. കളരി ഇപ്പോൾ 7 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. ഹസ്ബൻഡും കുട്ടികളും എല്ലാവരും പഠിക്കുന്നുണ്ട്. ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ലെവൽ നന്നായി കൂടിയിട്ടുണ്ട്. നേരിടാനുള്ള ഒരു ചങ്കുറ്റമുണ്ട്. കുട്ടികളുടെ അക്രമവാസന പൊതുവെ കുറഞ്ഞു ആണ് ഇരിക്കുന്നത്. എനിക്ക് 2 മക്കളാണ്, മോനും മോളും ഉണ്ട്. രണ്ടുപേരുടെയും സ്വഭാവം വളരെ ശാന്തമായിട്ടുണ്ട് കളരിയിൽ വന്ന് പഠിക്കുന്നത് മൂലം. സ്വയരക്ഷയ്ക്ക് വേണ്ടി കുറച്ചൊക്കെ അഭ്യാസം ആവാല്ലേ? ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ കാലത്ത് ഈ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം, അതുപോലെ ഈ അക്രമ സ്വഭാവങ്ങള്, നമ്മുടെയൊക്കെ ഒരു മെന്റൽ ഹെൽത്ത്, അതിനൊക്കെ ഏറ്റവും മെച്ചപ്പെടുത്താൻ ഈ ലഹരി ഉപയോഗമൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ഇത്തരം ആയോധന കലകൾ സഹായിക്കുമെന്ന് തന്നെയാണ് കണ്ടെത്തൽ. എന്തായാലും ഇവിടെ തകൃതിയായി തന്നെ ഈ കളരിപ്പയറ്റ് മുന്നോട്ട് പോവുകയാണ്. അതങ്ങനെ തന്നെ പോട്ടെ. ക്യാമറാമാൻ ബിബിൻ മുരളിക്കൊപ്പം ആയിഷത്തുൽ ഷംന, ന്യൂസ് 18. കായംകുളം പത്തിയൂർ പുളിയറ SKV ഹൈസ്കൂളിലെ പഠനോത്സവം ശ്രദ്ധേയ കാഴ്ചയായി. ഓണാട്ടുകരയുടെ കാർഷിക ഭക്ഷണ പാരമ്പര്യം ഉൾക്കൊള്ളിച്ചായിരുന്നു പഠനോത്സവം. ഓണാട്ടുകരയുടെ തനത് ഭക്ഷണ വിഭവങ്ങളാണ് അണിനിരത്തിയത്. കൊഞ്ച്, മാങ്ങ, കപ്പ, കാച്ചിൽ, ചേമ്പ്, പുഴുക്ക്, ഇലയട, കൊഴുക്കട്ട, എള്ളുണ്ട, മാമ്പഴ പുളിശ്ശേരി, ഉപ്പിലിട്ടവ, അങ്ങനെ നീളുന്നു വിഭവങ്ങൾ. ഓണാട്ടുകരയുടെ കാർഷിക സംസ്കാരത്തെക്കുറിച്ച് അവബോധം നൽകാനായി നെല്ല്, എള്ള്, കരിമ്പ്, ചോളം, കപ്പ, കാച്ചിൽ, ചേമ്പ്, ചേന, ചക്ക, നക്ഷത്രപ്പുളി എന്നിവയും പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു. ആവശ്യക്കാർക്ക് വാങ്ങാനും അവസരമുണ്ടാക്കിയിരുന്നു. തനത് കാർഷിക പാരമ്പര്യം വിളിച്ചോതുന്ന നെല്ല്, എള്ള് തുടങ്ങിയ കാർഷിക വിഭവങ്ങളും അതോടൊപ്പം നാടൻ ഭക്ഷണത്തിൻ്റെ രുചിയും മണവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള നാടൻ ഭക്ഷണ വിഭവങ്ങളും കുട്ടികൾ സ്റ്റോളിൽ ഒരുക്കിയിരുന്നു. പത്തിയൂരിന്റെ പ്രാദേശിക ചരിത്ര രചനയും മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളുടെ മാതൃകകളും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ അധ്യയന വർഷം കുട്ടികൾ ആർജിച്ച പഠന മികവിന്റെ ദൃശ്യാവിഷ്കാരമാണ് പഠനോത്സവം എന്ന പേരിൽ ഇന്നിവിടെ നടന്നത്. ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര മേളകളെ അനുസ്മരിപ്പിക്കും വിധം കുഞ്ഞുങ്ങൾ വിവിധ സ്റ്റാളുകൾ ഉണ്ടാക്കുകയും അവിടെ അവരാർജിച്ച കഴിവുകൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. ആകാശവിസ്മയങ്ങളെ അടുത്തറിയാനായി സ്റ്റെല്ലേറിയം എന്ന എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ കുട്ടികൾ പരിചയപ്പെടുത്തി. വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും രക്ഷകർത്താക്കളും പരിപാടിയിൽ പങ്കാളികളായി. ന്യൂസ് 18 കായംകുളം. എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട ശ്രീനാരായണപുരം ക്ഷേത്രത്തിലെ മീനഭരണി ഉത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ ഭാഗമായി നവീകരണ കലശം നടന്നു. ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ സത്യപാലൻ, മേൽശാന്തി ഉണ്ണികൃഷ്ണൻ, SNDP യോഗം മൂവാറ്റുപുഴ യൂണിയൻ പ്രസിഡന്റ് VK നാരായണൻ, ശാഖാ പ്രസിഡന്റ് KK തമ്പി തുടങ്ങിയവർ നേതൃത്വം നൽകി. താലപ്പൊലി ഘോഷയാത്ര, അന്നദാനം, വിവിധ കലാപരിപാടികൾ എന്നിവയും നടക്കും. ഏപ്രിൽ 1-നാണ് പൊങ്കാല. കൊല്ലം പോരുവഴി പെരുവിരുത്തി മലനട ദുര്യോധന ക്ഷേത്രത്തിലെ മലക്കുട മഹോത്സവം ഭക്തി നിർഭരമായി കൊണ്ടാടി. കൂറ്റൻ കരക്കെട്ടുകൾ തോളുകളിലേറ്റി മലയീശ്വരനെ വലം വയ്ക്കുന്ന ചടങ്ങുകളിൽ ആയിരങ്ങൾ പങ്കാളികളായി. അമ്പലത്തും ഭാഗം, കമ്പലടി, പനപ്പെട്ടി, പള്ളിമുറി, നടുവിലെ മുറി, വടക്കേ മുറി എന്നീ കരകളിൽ നിന്നും കൂറ്റൻ എടുപ്പുകുതിരകളും ഇടയ്ക്കാട് കരയുടെ വലിയ എടുപ്പു കാളയുമായിരുന്നു പ്രധാന ആകർഷണം. കൂടാതെ ചെറുതും വലുതുമായ 300ഓളം കെട്ടുകാളകളും ഉച്ചവെയിൽ ചാഞ്ഞതോടെ വെൺകുളം ഏലായിൽ അണിനിരന്നു. മലയപ്പൂപ്പന്റെ പ്രതിപുരുഷനായ ഊരാളി കറുപ്പ് കച്ചയുടുത്ത് ഭാരമേറിയ മലക്കുടയേന്തി ഉറഞ്ഞു തുള്ളി മലയിറങ്ങിച്ചെന്ന് അനുഗ്രഹം ചൊരിയുന്നതോടെയാണ് കെട്ടുകാഴ്ചകൾ കുന്നുകയറുന്നത്. ക്ഷേത്രത്തിലെ ദ്രാവിഡ ആചാര പെരുമയിലുള്ള പൂജകളും വ്യത്യസ്തമാണ്. ക്ഷേത്രത്തിന് ചുറ്റും 3 തവണ പ്രദക്ഷിണം പൂർത്തിയാക്കിയാണ് കെട്ടുകാഴ്ചകൾ മലയിറങ്ങുന്നത്. തുടർന്ന് നടന്ന ആചാരപരമായ ചടങ്ങുകൾക്ക് ശേഷം ഉത്സവം കൊടിയിറങ്ങി. ന്യൂസ് 18 കൊട്ടാരക്കര. എറണാകുളം നേര്യമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിലെ നിലക്കടല കൃഷിയിൽ 100 മേനി വിളവ്. ഫാമിലെ ഉദ്യോഗസ്ഥരും കർഷക തൊഴിലാളികളുമാണ് കൃഷി ഇറക്കിയത്. ജില്ലാ കൃഷിത്തോട്ടത്തിലെ ക്യൂ ബ്ലോക്കിലാണ് നിലക്കടല കൃഷി ചെയ്തത്. നവംബറിലാണ് കൃഷി ഇറക്കിയത്. 100 മേനി വിളവ് ലഭിച്ചു. ആഘോഷമായാണ് വിളവെടുപ്പ് നടത്തിയത്. പ്രാദേശികമായി ലഭ്യമായ വിത്തുപയോഗിച്ചായിരുന്നു കൃഷി. ഇവിടത്തെ മണൽ കലർന്ന മണ്ണ് കൃഷിക്ക് അനുകൂലമായി. വരും സീസണിലും നിലക്കടല കൃഷി തുടരുമെന്ന് ജില്ലാ ഫാം സൂപ്രണ്ട് ജാസ്മിൻ തോമസ്. ക്യൂ ബ്ലോക്കിലെ കോഴിത്തുരുത്ത്
യിലാണ് നമ്മൾ കടലക്കൃഷി ചെയ്തിരുന്നത്. ഇവിടുത്തെ മണ്ണെന്ന് പറയുന്നത് മണൽ കലർന്ന ഒരു മണ്ണാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ അത് കടലക്കൃഷിക്ക് വളരെ അനുയോജ്യമായിട്ട് നമുക്കിപ്പോൾ തോന്നുന്നു. വളരെ നല്ല രീതിയിൽ നമുക്കതിൻ്റെ ഈൽഡ് ലഭിച്ചിട്ടുണ്ട്. അത് തുടർന്നും ഉള്ള സീസണുകളിലും നമ്മൾ മെയിനായിട്ടും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഇത് കടലക്കൃഷി സാധാരണയായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇനിയുള്ള സീസണുകളിലും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ്. പ്രതീക്ഷിച്ചതിലും അധികം വിളവ് കിട്ടിയതോടെ കർഷകർക്കും ജീവനക്കാർക്കും സന്തോഷം. ന്യൂസ് 18 നേരിമംഗലം. മഹാപ്രളയത്തിൽ സകലതും നഷ്ടമായ കുടുംബങ്ങൾക്ക് വീടൊരുങ്ങി. ഇടുക്കി പെരിയാർ വാലിയിലെ 12 കുടുംബങ്ങൾക്കാണ് ഇടുക്കി കെയർ ഫൗണ്ടേഷൻ വഴി MP ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിക്കുന്നത്. പ്രളയത്തിൽ കനത്ത നാശം നേരിട്ട ഇടങ്ങളിൽ ഒന്നാണ് ഇടുക്കിയിലെ പെരിയാർ വാലി. ഇവിടത്തെ 12ഓളം കുടുംബങ്ങളാണ് വീട് വാസയോഗ്യമല്ലാതായതോടെ പ്രയാസത്തിലായത്. തുടർന്ന് ഡീൻ കുര്യാക്കോസ് MP ഇടപെട്ട് വീട് വച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. ഇതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. MP രൂപീകരിച്ച ഇടുക്കി കെയർ ഫൗണ്ടേഷൻ വഴിയാണ് നിർമ്മാണം. സുമനസ്സുകളുടെ സഹായവുമുണ്ട്. 12 കുടുംബങ്ങൾക്കാണ് വീട് നിർമ്മിക്കുന്നത്. 6 വീടുകളാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാവുക. 18 ഇവിടെ ഉരുളുപൊട്ടുകയും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവുകയും അവിടെ പെരിയാർവാലി എന്ന സ്ഥലത്ത് കിടക്കാൻ മേലാത്ത അവസ്ഥയിൽ ഞങ്ങൾ ക്യാമ്പിലൊക്കെ പോയി കിടക്കുകയും അത് കഴിഞ്ഞ് MP ആ പ്രദേശം വന്ന് കാണുകയും വീടില്ലാത്തവർക്ക് ആ ഭാഗത്ത് വീട് വാങ്ങിക്കുക ഒരു 12 വീടോടും MP തരികയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് കിടക്കാനുള്ള കിടപ്പാടം ആയിട്ടുണ്ട്. 6.5 ലക്ഷം രൂപ ചെലവിട്ട് 515 ചതുരശ്ര അടി വീടുകളാണ് നിർമ്മിക്കുന്നത്. 6 വീടുകൾ പൂർത്തിയാകുന്നതോടൊപ്പം ബാക്കി വീടുകളുടെ നിർമ്മാണവും ഉടൻ തുടങ്ങുമെന്ന് കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ പറഞ്ഞു. ഏകദേശം 514 സ്ക്വയർ ഫീറ്റ് വീടാണ് ഓരോ കുടുംബങ്ങൾക്കും അനുവദിച്ചു വന്നത്. അത് 6.5 ലക്ഷം രൂപ ആണ് ഒരു കുടുംബത്തിന് വെച്ച് അലോട്ട് ചെയ്ത് വന്നത്. അത് ആ കർഷകരുടെ തന്നെ ആ ഉപഭോക്താക്കളുടെ തന്നെ അക്കൗണ്ടിലേക്ക് പൈസ വരികയും അത് കോൺട്രാക്ടർ ഏറ്റെടുത്ത് പണിയുകയും അത് 1-2 വീടുകൾ സ്വന്തം വീട്ടുകാർ തന്നെ ഏറ്റെടുത്ത് പണിയുകയും ഒക്കെ ചെയ്ത് എന്താണേലും 6 വീടിന്റെ പണി പുരോഗമിച്ച് പണി പൂർത്തീകരിച്ച് ഏകദേശം 4 വീടിന്റെ പണി പൂർത്തീകരിക്കുകയും 2 വീടിന്റെ പണി വളരെ ദ്രുതഗതിയിൽ പണി നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ഭാരവാഹികൾ പറയുന്നു. ന്യൂസ് 18 ഇടുക്കി. രാഹുൽ ഗാന്ധിയുടെ കൈത്താങ് പദ്ധതിയിലൂടെ പണി പൂർത്തീകരിച്ച വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ 29 വീടുകൾ കൈമാറി. പ്രിയങ്ക ഗാന്ധിയാണ് വീടുകളുടെ താക്കോൽ ദാനം നിർവഹിച്ചത്. വണ്ടൂർ പുളിയക്കോട് KT കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ MLA AP അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. രാഹുൽ ഗാന്ധിയുടെ MP ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ 7 മുച്ചക്ര സ്കൂട്ടറുകളുടെ വിതരണവും കാളികാവ് CHCക്ക് നൽകുന്ന വാഹനത്തിന്റെ താക്കോൽ ദാനവും ചടങ്ങിൽ നടന്നു. കൊച്ചി എളമക്കരയിൽ വൻ ലഹരിവേട്ട. വീട്ടിൽ സൂക്ഷിച്ച 500 ഗ്രാം MDMA-യുമായി പൊന്നാനി സ്വദേശി പിടിയിലായി. ആലുവയിൽ 47 ഗ്രാം MDMA-യും പിടികൂടി. പോലീസും ഡാൻസ് ഓഫ് സംഘവും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പ്രതികളെ പിടികൂടിയത്. ഇന്ന് പുലർച്ചെ പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പൊന്നാനി സ്വദേശി മുഹമ്മദ് നിഷാദ് പിടിയിലായത്. എളമക്കരയിലെ വീട്ടിൽ നിന്ന് 500 ഗ്രാം MDMA കണ്ടെത്തി. മുഹമ്മദ് നിഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ നഗരത്തിൽ ലഹരി എത്തിക്കുന്ന മൊത്തക്കച്ചവടക്കാരനാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ലഹരിയുടെ ഉറവിടമറിയാൻ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും. ആലുവയിൽ മുട്ടം മെട്രോ ലോഡ്ജിന് സമീപമായിരുന്നു രണ്ടാമത്തെ ലഹരിവേട്ട. കൊച്ചി ഡാൻസ് ഓഫും ആലുവ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ വൈപ്പിൻ ഓച്ചന്തുരുത്ത് പുളിക്കൽ വീട്ടിൽ ഷാജിയെ പിടികൂടി. ഇയാളുടെ പക്കൽ നിന്ന് 47 ഗ്രാം MDMA കണ്ടെടുത്തു. ലഹരിക്കെതിരെ കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം പരിശോധനകൾ തുടരുകയാണ്. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 117 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 128 പേരാണ് അറസ്റ്റിലായത്. ന്യൂസ് 18 കൊച്ചി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആംബുലൻസുകൾ വിതരണം ചെയ്ത് ജ്വല്ലറി ഗ്രൂപ്പായ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലക്കാട് ജില്ലയിലെ കൊപ്പം, ലക്കിടി, ശ്രീകൃഷ്ണപുരം പഞ്ചായത്തുകളിലെ പാലിയേറ്റീവ് കെയർ സെന്ററുകൾക്കാണ് 3 ആംബുലൻസുകൾ നൽകിയത്. ഒറ്റപ്പാലം മനുശ്ശേരി KM സെന്ററിൽ നടന്ന ചടങ്ങ് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെയർമാൻ TP രാജഗോപാൽ, മാനേജിംഗ് ഡയറക്ടർമാരായ പ്രസാദ് രാജഗോപാൽ, പ്രജീഷ് രാജഗോപാൽ, ജനറൽ മാനേജർ സലിം,
ബ്രാൻഡ് ഹെഡ് ഡെന്നി തുടങ്ങിയവർ നേതൃത്വം നൽകി. പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളുടെ മികവ് കണക്കിലെടുത്താണ് കൊപ്പം, ലക്കിടി, ശ്രീകൃഷ്ണപുരം പഞ്ചായത്തുകളെ തെരഞ്ഞെടുത്തതെന്ന് പ്രസാദ് രാജഗോപാൽ പറഞ്ഞു. ഇപ്പോൾ പാളയം പള്ളി ഇമാം മാധ്യമങ്ങളെ കാണുകയാണ്. മാസം നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവരിൽ നിന്ന് നമുക്ക് വിവരം ലഭിച്ചേക്കും. അതല്ലെങ്കിൽ നമുക്ക് മറ്റ് ഇടങ്ങളിൽ നിന്നൊക്കെ എവിടെന്നെങ്കിലും വിവരം ലഭിക്കുമെന്ന് തന്നെയാണ് നല്ല ശുഭപ്രതീക്ഷയുള്ളത്. ഏതായാലും ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഒരു തീരുമാനവും പ്രഖ്യാപനവും ഒക്കെ നടത്താൻ കഴിയുകയുള്ളൂ. സൂമൂലി റുഅയത്തിഹി വ അഫ്തിറൂലി റുഅയത്തിഹി ഫൈൻ ഗുമ്മിയ അലൈക്കും അഷ്ഹറു ഫഅദ്ദു 30 എന്നാണ്. നിങ്ങൾ ആ പിറ ദർശിച്ചതിന് വേണ്ടി നിങ്ങൾ നോമ്പെടുക്കുക. അതുപോലെ തന്നെ നോമ്പ് അവസാനിപ്പിക്കുമ്പോഴും പിറ ദർശിച്ചതിന്റെ അടിസ്ഥാനത്തിലാവുക. മേഘം മൂടിക്കഴിഞ്ഞാൽ 30 ദിവസം പൂർത്തീകരിക്കുക എന്നെല്ലാമാണ് പറഞ്ഞിട്ടുള്ളത്, ഹദീസുകളിൽ വന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ആ ഒരു സംഗതി തന്നെയാണ്, അതല്ലെങ്കിൽ മാസപ്പിറ ദർശനം ആ വിവരം നമുക്ക് ലഭിക്കുമെന്ന വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത്. നമ്മുടെ മഹല്ല് ഭാരവാഹികളും ഇമാമുമാരും ഒക്കെയാണ് ഇവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. അൽഹംദുലില്ലാ, നല്ല ഒരു കൂട്ടായ്മ തന്നെ നമുക്ക് ഇമാമുമാരുടേതായിട്ട് ഇവിടെ സംഗമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന ഘട്ടത്തിൽ നമുക്ക് ആ ഒരു തീരുമാനം വരും വരെയൊക്കെ ചില കാര്യങ്ങളൊക്കെ മിണ്ടിപ്പറഞ്ഞിരിക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. ആ ഒരു സൗഹൃദ വർത്തമാനം പറഞ്ഞുകൊണ്ട് കുറച്ചു നേരം നമുക്ക് മുന്നോട്ട് പോവാം. ഇൻഷാ അല്ലാഹ് ഞാൻ ഹ്രസ്വമായിട്ട് പറഞ്ഞ് മൈക്ക് ബാക്കിയുള്ളവർക്ക് കൈമാറാം. കാര്യമായിട്ട് ഉമ്മത്തിന്റെ ഐക്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാലമാണ്. നമുക്കറിയാം. അടുത്ത സ്വർണ്ണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 8360 രൂപ, പവന് 66,880 രൂപ. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 6900 രൂപ, പവന് 55,200 രൂപ. വെള്ളി ഗ്രാമിന് 111 രൂപ, കിലോ 1,11,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാവുന്നു. ഇനി പ്രൈം ഡിബേറ്റ് കാണാം. അപർണ കുറുപ്പ് ചേരും. നമസ്കാരം.